Prayer. Dear Allah, we thank you for this day and for bringing us together. Bless our teacher with wisdom and patience. Help us to learn with focus and sincerity. Grant us success in our studies and guide us on the right path. Amen. Good afternoon, everyone. I am Shruti Suresh, and today's thought. Every child deserves a teacher who believes in them. Be that one. Thank you. Sign in. Good afternoon, ma'am. Good afternoon, dear friends. I am Asina. Today's class will be conducted by Mildred ma'am. It is my great pleasure to warmly welcome our respected Mildred ma'am. For today's class, I also extend a warm welcome to all my dear friends. Thank you. Thank you, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാ മിസ്സുമാരുടെ പോർഷൻസ് ഇത് കംപ്ലീറ്റ് ആയോ? ഏകദേശം കംപ്ലീറ്റ് ആയിട്ടില്ല. റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ചാപ്റ്റർ കൂടി മിസ് എടുക്കാനുള്ളൂ. അപ്പൊ അത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെ നമ്മൾ എടുത്തു നിർത്തി അല്ലെ? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എക്സിക്യൂഷൻ അല്ലെ? ഫസ്റ്റ് അവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ആണ്. എന്താണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻസ്, ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം അല്ലെ? ഇനി എന്താ? ഡയറക്ഷൻസ്, ലൈൻ ഓഫ് ആക്ഷൻസ്, ഓരോ ഡയറക്ഷൻസ് കൊടുക്കാം. സൂപ്പർവിഷൻ അല്ലെ? അവരെ സൂപ്പർവൈസ് ചെയ്യാം. അഡ്വൈസ്, ഓരോ മെത്തേഡ് അനുസരിച്ചിട്ട് ഓരോ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഓരോ വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാം. അതുപോലെ സ്റ്റിമുലേഷൻ, എഫിഷ്യൻസിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആക്കണം. എക്സ്പ്ലോറേഷൻ എന്താണ് അവിടെ പറയുന്നത്? ഒരു പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ന്യൂ വേസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടുവരാം. ഇപ്പൊ ഒരു ന്യൂ മെത്തേഡുകൾ ഇപ്പൊ എന്താ പറയാ ഹെൽത്ത് കെയർ മേഖലകളിലായിക്കോട്ടെ അല്ലെങ്കിൽ പല പല ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ ഓരോരോ ഇപ്പൊ തന്നെ നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമൊക്കെ ഓഫ്ലൈൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഓൺലൈനിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നോളജീസ് ഒക്കെ വന്നു അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പുതിയ പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മള് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലീഡിങ് അറിയാലോ, നയിക്കുക അല്ലെ? ടീച്ചേഴ്സിനെയും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിനെയും എല്ലാവരെയും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ലീഡ് ചെയ്യുക. അസിസ്റ്റൻസ് എന്താണ്? അഡോപ്റ്റീവ് ഫീഡ്ബാക്ക്, ഡയഗ്നോസിസ്, വീക്ക്നെസ്. അതുപോലെ തന്നെ വീക്ക്നെസ് ഇപ്പൊ നമ്മള് പുതിയ പുതിയ മെത്തേഡുകൾ കണ്ടുപിടിച്ചു അല്ലെ? പുതിയ പുതിയ രീതികളിലൂടെയൊക്കെ നമ്മള് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ?
എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസിൽ വരുന്നത്. ഇനി ഓരോന്നും നോക്കാം നമുക്ക്. Okay, execution again. In execution lies the basis of an institution. Execution not only point out what resources are needed, but also the sources of acquisition. These resources may include material resources like the furniture, library, laboratories, not material resources like the person and the other stakeholders like the students and the parents, and abstract resources like the vision, mission statement, ideology, and values. The administrative executive body regularly plans, arrange for, and uses these resources in order to achieve its goal. Execution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസ് ആണല്ലോ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സിക്യൂഷന് ആവശ്യമായിട്ടുള്ള എന്താണ് അക്വിസിഷന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ആസൂത്രണം ചെയ്യുക മാത്രമല്ല, ഈ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ്, അതിനെയാണ് നമ്മൾ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സ്ഥാപനത്തിന് എന്തുണ്ട്? വിഷൻ ഉണ്ട് അല്ലെ, അതിന് ഗോൾ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വിഷനായാലും ഗോളായാലും അച്ചീവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് എല്ലാ കാര്യങ്ങളും അല്ലെ വിഭവങ്ങൾ അനുസരിച്ചിട്ട് അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂളില് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പള്, അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പള്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ, ടീച്ചേഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ എല്ലാവരും അടങ്ങുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓരോ പ്ലാനുകൾ അറേഞ്ച് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് റിസോഴ്സുകൾ കണ്ടെത്തി അത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷനും വിഷനും വാല്യൂസും എന്നിവയെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അവരുടെ പാരന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? റിസോഴ്സുകളാണ് നമുക്ക്. അപ്പൊ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ പങ്കാളികളാക്കിക്കൊണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കാളികളാണ് അല്ലെ. അപ്പൊ എല്ലാവരെയും പങ്കാളികളാക്കി അതിൽ ഉൾപ്പെടുത്തി ഓരോ റിസോഴ്സുകളും പതിവായി ആസൂത്രണം ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നതാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കാം. നമ്മുടെ എന്താ പറയാ പേജ് നമ്പർ ഒന്ന് പറയോ കേട്ടോ. 12. അപ്പൊ എന്താണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഓരോ പ്ലാനുകൾ കാര്യങ്ങളുണ്ടല്ലേ, വിഷൻ ഉണ്ട്. ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഗോൾ ഉണ്ടാവും അല്ലെ. ആ ഗോളൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ റിസോഴ്സുകളും പ്ലാൻസുകൾ നമ്മൾ കണ്ടെത്തുന്നു, അതനുസരിച്ചിട്ട് ഓരോ റിസോഴ്സുകളെയും നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് institution serves the directions the institutions in its chase to achieve its goals. Education administration ensures that the directives are backed during the curriculum constructions and അക്കാദമിക് പ്ലാനിങ്. അതുപോലെ തന്നെ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ഥാപനത്തിന് വിഷൻ ഉണ്ടാവും അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാപനത്തിന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ പാഠ്യപദ്ധതികൾ കരിക്കുലം അല്ലെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ അക്കാദമിക് ആയിട്ടുള്ള ഒരു ആസൂത്രണത്തിലും നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കുന്നു. അതായത് നമുക്കറിയാം ഓരോ കരിക്കുലം ഒരു എന്താണ് പറയാ ഓരോ ഇയേഴ്സ് ഒക്കെ അനുസരിച്ചിട്ട് കരിക്കുലം ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയാണ് കരിക്കുലം തയ്യാറാക്കുന്നത്? എങ്ങനെയായിരിക്കാം? ഓരോ പ്ലാനിലൂടെയും അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയർ ഉണ്ടാവും, ഓരോ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഗൈഡ് ലൈൻസും കാര്യങ്ങളിലൊക്കെ ഇവിടെ ആയിരിക്കും ഓരോ പാഠപദ്ധതികളായാലും ഓരോ കാര്യങ്ങളായാലും നമ്മൾ തയ്യാറാക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഈ കരിക്കുലം പോകുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? അഡ്മിനിസ്ട്രേഷൻ. മെയിൻ ഏരിയാസ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അവര് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി എന്താണ്? സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, സൂപ്പർവൈസ് ചെയ്യുക അല്ലെ, മേൽനോട്ടം വഹിക്കുക. Supervision ensures that the plans are being executed according to the
directives. It thus enhance the quality of work done and the ensuring accomplishment. അതായത് ഈ ഓർഗനൈസേഷനിൽ നമ്മൾ പാഠ്യപദ്ധതികൾ നടപ്പിലാക്കുന്നത് ഓർഗനൈസേഷന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് ആണെന്ന് ഉറപ്പുവരുത്തുന്നു, അല്ലെ? അപ്പോൾ നമുക്ക് തോന്നിയ പോലെ ഒന്നും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ അല്ലെങ്കിൽ അവിടെ മുകളിലുള്ള നമ്മുടെ അധികാരികൾ പറയുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പാഠ്യപദ്ധതികളും അല്ലെങ്കിൽ കരിക്കുലം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ പ്ലാനിങ് ചെയ്യുന്നതായാലും അതൊക്കെ നിർമ്മിക്കുന്നതായാലും, അല്ലെ? അവര് പറയുന്നത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലും ആണെങ്കിലും എംപ്ലോയീസിന് അല്ലെങ്കിൽ ഇപ്പോ ഓരോ ഞാൻ പറയും എന്താ പറയാ പർച്ചേസ് മാനേജർ ഉണ്ടാവും, സെയിൽസ് മാനേജർ, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് തോന്നിയ പോലെ ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മേലധികാരികൾ പറയുന്നത് അനുസരിച്ചിട്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് ഈ സ്കൂളുകളിലായാലും അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം അവര് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓരോ പ്ലാനുകളും അവര് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്, പ്ലാൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് അവര് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാലാണ് ജോലിയുടെ ക്വാളിറ്റിയിൽ ഇൻക്രീസ് ആവാനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി നമുക്ക് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്നതനുസരിച്ച്, അവര് പ്ലാൻ ചെയ്തിരിക്കുന്നതനുസരിച്ച്, അവര് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസിലൂടെയും പോളിസിയിലൂടെയും പ്രൊസീജിയറിലൂടെയും വേണം നമ്മൾ പോവാനായിട്ട്. അഡ്വൈസ് ആൻഡ് സ്റ്റിമുലേറ്റ് എഡ്യൂക്കേഷണൽ administration analyze the work and the manner in which work is done, the pros and cons, and then puts into action plan which help expel the weakness and serves to accomplishment the set goals. Okay. ഓക്കെ, എന്താണ് അഡ്വൈസ്, ഉപദേശം നൽകുക, അല്ലെ? ഓക്കെ, സ്റ്റിമുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തേജനം നൽകുക. അതായത് ഇപ്പൊ ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അനലൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഓരോ വർക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റും? ഓർഗനൈസേഷനിലെ വർക്ക് കൃത്യമായിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പിഴവുകൾ വരുന്നുണ്ടോ, എവിടെയെങ്കിലൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കല്ലേ ഗുണങ്ങളും ദോഷങ്ങളും, പ്രോസ് ആൻഡ് കോൺസ് അറിയാലോ. ഗുണങ്ങളും ദോഷങ്ങളും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എന്തൊക്കെ എവിടെയെങ്കിലൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിലെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്പ്ലോർ എന്താണ്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റ്സ് ദ റിസർച്ച് adopts and adapt to new method and techniques in order to enhance learning opportunities. അതുപോലെ തന്നെ എക്സ്പ്ലോർ എന്താണ്? പര്യവേഷണം ചെയ്യുക, അല്ലെ? എക്സ്പ്ലോർ എന്ന് പറയുന്നത് പര്യവേഷണം. നമ്മള് ഈ ഇതിലെ പഠിച്ചത് എക്സ്പ്ലോർ ഓർക്കുന്നുണ്ടോ? ടെൻഡൻസി ഓർമ്മയുണ്ടോ? ഒരു 14 ടെൻഡൻസി നമ്മൾ പഠിച്ചത്. അതില് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ എക്സ്പ്ലോർ. ഓക്കെ, അപ്പൊ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പര്യവേഷണം ചെയ്യുക, അല്ലെ? നമ്മള് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കുറെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. മെത്തേഡുകള്, പുതിയ മെത്തേഡുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ടെക്നോളജി, ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? നമ്മളിപ്പോ കണ്ടിരുന്നു എന്താണ് ഇപ്പോൾ CBSE സ്കൂളും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളും തമ്മിലുള്ള വ്യത്യാസം. ഗവൺമെന്റ് സ്കൂളിലും വരുന്നുണ്ട്, അല്ലെ? എന്താണ് ടിവികള്, അല്ലെ? കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ പല കുട്ടികളും പറയാറുണ്ട്. ഇപ്പോ MT ക്ലാസ്സിൽ തന്നെയാണ് ഇവർ പറഞ്ഞത്, കുഞ്ഞിന് ഈ എന്താ പറയാ ടിവിയിലൂടെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെന്ന്. അത് ഈ ക്ലാസ്സിലാണോന്ന് അറിയില്ല, ഏതൊരു ക്ലാസ്സിൽ മിസ് കേട്ടിരുന്നു അങ്ങനെ. പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രയും അധികം എന്താണ് ഡെവലപ്പ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ് ഓരോ കാര്യങ്ങളും പുതിയ പ്ലാനുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്, പുതിയ മെത്തേഡുകളായാലും ടെക്നോളജി ആയാലും അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്.
ഇനി ലീഡ് ഓർ അസിസ്റ്റ്. ഓക്കെ, ലീഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നയിക്കുക അല്ലെ. Educational administration not only lays down the directives but also provides the requisite support system to enable the efficient and effective achievement of the set objective or goals. എന്താണ് ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണനിർവഹണം മാത്രമല്ല എന്നാണ് പറയുന്നത്. മറിച്ച് എന്താണ്, നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളോ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കാര്യക്ഷമമായിട്ടും ഫലപ്രദമായും രീതിയിൽ നേടിയെടുക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനം നൽകുന്നുണ്ട്. അതായത് അറിയാലോ, ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് അഡ്മിനിസ്ട്രേഷൻ, ഭരണനിർവഹണം മാത്രമല്ല അഡ്മിനിസ്ട്രേഷനെ നിർവഹിക്കുന്നത്. പകരം എന്തൊക്കെയാണ്, എല്ലാ സ്റ്റാഫുകളും അല്ലെ. ഇപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, അവിടുത്തെ ലീഡേഴ്സ് ഉണ്ടാവും അല്ലെ, ടീം ലീഡേഴ്സ് ഉണ്ടാവാം, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സുകൾ ഉണ്ടാവാം. ഇനി അവർക്ക് കീഴിൽ വരുന്നത് എന്താണ്, ഇപ്പോ എന്താ പറയാ, ടീച്ചിങ് സ്റ്റാഫുകൾ, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ സ്കില്ല്, നോളജ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ. ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരെയൊക്കെ എല്ലാ ലേണിംഗ് മെറ്റീരിയൽസ് എന്താ ചെയ്യാം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഒരു സപ്പോർട്ടീവ്, ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്താണ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അവരെ നയിക്കാനായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ നീ ഇന്നത് ചെയ്യുന്ന പറയാതെ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയൊന്നും വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലായി. വായിച്ചു നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ശരിയോ? ഓക്കെ. നെക്സ്റ്റ് സെമിനാർ ആണ്, ഇൻഷ്യലാണ് എടുക്കുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. സ്റ്റാർട്ട് ചെയ്തേക്കോ കേട്ടോ. ക്യാമറ ഓൺ ആക്കാം. Good afternoon, Miss, and good afternoon, my old friends. I am Lisha. Today, I would like to take a seminar about the scope of educational administration. First of all, I'll tell a bit about the scope educational administration. എന്താണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ? മിസ് പറഞ്ഞതാണ്, എങ്കിലും ചെറിയൊരു ഭാഗം ഞാൻ പറയാം. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ഭരണം. അതായത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശരിയായി പ്രവർത്തിച്ച് അതിന്റെ എഫക്റ്റീവ് ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്ത് ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചില സ്കൂളുകൾ പുറത്തുനിന്ന് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ഹയർ ചെയ്യാറുണ്ട്. ചില സ്കൂളുകൾ അവിടുത്തെ HOD അതുകൾ കൈകാര്യം ചെയ്യും. ഇവിടെ നമുക്ക് പറയാനുള്ളത് the scope of educational administration. Educational administration include the following aspects associated with an institution. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കുന്നതിന് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്, ദെൻ ബഡ്ജറ്റിംഗ്, ഓർഗനൈസിങ്. ഫസ്റ്റ് വൺ പ്ലാനിങ്. ഈ പ്ലാനിങ് കൃത്യമായി പ്ലാൻ ചെയ്തതിലൂടെ നമുക്ക് നല്ല റിസൾട്ടാണ് ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉണ്ടാകുന്നത്. അതിന് ഫസ്റ്റ് വൺ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റെക്കഗ്നിഷൻ ഓഫ് ഗോൾ. കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നമുക്ക് അതിലെ ഗോൾ എന്താണെന്നുള്ളത് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസിനെ മാക്സിമം റിസൾട്ടിലേക്ക് എത്തിക്കുക, സ്റ്റുഡൻസിന്റെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ സ്കൂളിനെ സംബന്ധിച്ച് അവിടുത്തെ ഗോൾ. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ വാർത്തെടുക്കുക, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക. ഇതൊക്കെയാണ് ഒരു നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. The next one is optimal utilization of resources. അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെറ്റീരിയൽ റിസോഴ്സസിനെയും ഹ്യൂമൻ റിസോഴ്സിനെയും നല്ല പോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ നമുക്ക് ആ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള കമ്പ്യൂട്ടർ ലാബ്, ഫർണിച്ചർ, ബിൽഡിംഗ്, പ്രിമിസസ്, ബുക്സ്, അതായത് സ്മാർട്ട് റൂം, ഇതൊക്കെ ശരിയായ രീതിയിൽ കുട്ടികൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കൊടുത്തിട്ട് അത് ആ രീതി അവരിൽ നിന്നും ആ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, സ്റ്റുഡൻസ് എല്ലാവരെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെ ഒരു കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്താണ് അവോയ്ഡൻസ് ഓഫ് വേസ്റ്റേജസ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ആൻഡ് അൺഹെൽത്തി പ്രാക്ടീസസ്. അതായത് റിസോഴ്സസുകളുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. ഇപ്പോൾ റെപ്പിറ്റേഷൻ, അതുപോലെ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ, ആക്ടിവിറ്റികളൊക്കെ നമ്മുടെ ടൈം, എനർജി ഒക്കെ വേസ്റ്റ് ആക്കുന്ന ഒന്നാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വാട്ടർ, ഇലക്ട്രിസിറ്റി, ബുക്സ്, കമ്പ്യൂട്ടർ ലാബൊക്കെ കൃത്യമായ രീതിയിൽ ആവശ്യത്തിന് മാത്രമാണോ ഉപയോഗിക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പ്ലാനിങ്ങിലൂടെ സാധിക്കും. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ടീച്ചേഴ്സിന്റെ കഴിവനുസരിച്ച് അവർക്ക് അനുയോജ്യമായ വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓവർലോഡ് ആകാതെ ടീച്ചേഴ്സിനായാലും നോൺ ടീച്ചേഴ്സിനായാലും അവരുടെ വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓർഡർലി എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കുക. അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. Educational planning in our country is carried out at the central level, the state level, the local level and at the school level. അതായത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ബേസ് ചെയ്തിട്ടുള്ള സ്കൂളുകളിലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളുകളിലും ലോക്കൽ
പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിലും ഒരേപോലെ നടത്തി വരുന്ന ഒരു പ്രവർത്തനമാണ്. നെക്സ്റ്റ് ആസ്പെക്ട് ആണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ നെക്സ്റ്റ് ആസ്പെക്ട് വരുന്നതാണ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ വീടുകളിലായാലും കൃത്യമായിട്ടൊരു ബഡ്ജറ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്യും, ഒരു മാസത്തേക്ക് അങ്ങനെയൊക്കെ. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ പോലുള്ള, അതായത് നമ്മളുടെ എസ്റ്റിമേറ്റ് റവന്യൂസ് ആൻഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ കണക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. വരവ് ചെലവ് കാര്യങ്ങളുടെ ഒക്കെ ശരിയായ കണക്ക്. ഇപ്പൊ എഡ്യൂക്കേഷൻ സ്കൂളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവിടുത്തെ ബിൽഡിംഗ് പ്രമിസസിന്റെ മെയിൻ്റനൻസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ടാവും. അതുപോലെ അവിടെ സ്കൂളുകളിലേക്ക് വരുന്ന വരുമാനം, ഡൊണേഷൻ, അങ്ങനെ ഫീസ്, ആ രീതിയിലുള്ള അതൊക്കെ കൃത്യമായ കണക്കുകൾ വെച്ച് അത് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ എമർജൻസി എന്തെങ്കിലും കുട്ടികൾക്ക് വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ആപത്തുകളോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനുള്ള ചെറിയൊരു ഫണ്ട് അതിൽ നിന്ന് മാറ്റിവെക്കുക. അതും ബഡ്ജറ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതും നമ്മൾ ഏതിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയിൽ പെടുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ആസ്പെക്ട് ആണ് ഓർഗനൈസിങ്. Organizing focuses on two main aspects: material equipments, that is infrastructure, and human utility in the teaching learning environment. Organizing എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ മെറ്റീരിയൽ റിസോഴ്സസുകൾ, അതായത് മെയിനായിട്ട് മെറ്റീരിയൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും ടീച്ചിങ് ആൻഡ് ലേണിംഗ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് സജ്ജമാക്കുക. അതായത് മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് മുറികള്, ലൈബ്രറികള്, ലാബുകള്, കമ്പ്യൂട്ടർ ലാബുകള്, ഇതൊക്കെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് പഠന പരിസരം സുഗമമാക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അവരുടെ വർക്കുകൾ, ടൈം ടേബിള്, ടീം വർക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കി അത് നടപ്പാക്കുക. അതുപോലെ സ്കൂൾ ഓപ്പണിംഗ് മുതൽ പരീക്ഷ വരെയുള്ള ഓരോ നടപടിക്രമങ്ങളും ആര് എപ്പോൾ ചെയ്യണം, എങ്ങനെയുള്ള ഒരു പ്ലാൻ കൃത്യമായിട്ട് ചെയ്യണം. ഇതൊക്കെ ഓർഗനൈസിംഗിൽ വരുന്ന, ഇതാണ് പ്രധാനപ്പെട്ട സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ദെൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫർദർ എലമെന്റ്സ്, മറ്റു ഘടകങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വൺ, the preparation of curriculum for different classes according to their diverse abilities and aptitudes. അതായത് പാഠ്യപദ്ധതികൾ തയ്യാറാക്കുക. പാഠ്യപദ്ധതികൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് കുട്ടികളുടെ ബുദ്ധിപരവും വൈകാരികവുമായിട്ടുള്ള നിലവാരവും കൂടെ മനസ്സിലാക്കിയിട്ടുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കുക. ഇപ്പൊ മിക്ക ക്ലാസ്സുകളിലും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാകും. അപ്പൊ അവർക്ക് വേണ്ട റെമഡിയൽ ക്ലാസ്, അതുപോലെ സപ്പോർട്ടിങ് പിന്തുണ ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യിക്കാനുള്ള രീതിയിൽ പ്രവർത്തിക്കുക. നെക്സ്റ്റ്, ടൈം ടേബിൾ ആൻഡ് അക്കാദമിക് കലണ്ടർ. ഓരോ സ്കൂളുകളിലും, അതായത് ഓരോ വിഷയത്തിനും കൃത്യമായ സമയം നിർണ്ണയിക്കുക, കൃത്യമായിട്ടുള്ള ടൈം ടേബിള്, അതുപോലെ പരീക്ഷകള്, മൂല്യനിർണ്ണയങ്ങള്, അവധി ദിവസങ്ങള്, അങ്ങനെ പ്രൊജക്ട് പോലത്തെ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസങ്ങള്, സ്പോർട്സ് ഡേ, അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ വെച്ചിട്ട് ഒരു അക്കാദമിക് കലണ്ടർ ഒരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യണം. അത് എല്ലാ സ്കൂളുകളും പ്രിപ്പയർ ചെയ്ത് കീപ്പ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, കോ കരിക്കുലർ പ്രോഗ്രാംസ്. കോ കരിക്കുലർ പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ടെങ്കിൽ പാഠ്യേതര പരിപാടികൾ സംഘടിപ്പിക്കുക. അതായത് സ്കൂളുകളിൽ കുട്ടികൾക്ക് സഹായകമാകുന്ന ക്ലബ്ബുകൾ, അതുപോലെ സ്പോർട്സ്, ആർട്സ്, NSS, NCC പോലുള്ള സോഷ്യൽ സർവീസുകളായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുക. അപ്പൊ ഇത് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും അതുപോലെ ലീഡർഷിപ്പ്, കോപ്പറേഷൻ, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ വളരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്. ഈ വർക്കുകൾ തുല്യമായ രീതിയിൽ ടീച്ചേഴ്സിന് അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്ലാസിന്റെ ചുമതല, അതുപോലെ പരീക്ഷ നടത്തിപ്പ്, എന്തെങ്കിലും ഇവന്റ്, അതുപോലെ കോർഡിനേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന് നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാനും പറ്റും, ശരിയായ ഉത്തരവാദിത്തത്തിൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ, ആ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുക. അതായത് ബിൽഡിങ്, ലൈബ്രറി, ലാബുകള്, കമ്പ്യൂട്ടർ ലാബുകള്, അതുപോലെ വാഷ്റൂം, ടോയ്ലറ്റ്സ് സൗകര്യങ്ങള്, ഇതൊക്കെ സജ്ജമാക്കുക. എന്നിട്ട് അവരുടെ കെയറിങ്,
അതിനു വേണ്ടിയിട്ടുള്ള സേഫ്റ്റിയും കെയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെയുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇതിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. നെക്സ്റ്റ് ഈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ. പരീക്ഷകൾ സംഘടിപ്പിക്കുക. അതായത് സ്കൂളിലെ കൃത്യമായ സമയത്ത്, ഇപ്പോൾ ടേം എക്സാമുകൾ ആയിക്കോട്ടെ, എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുക, എക്സാം ഡേറ്റുകൾ തീരുമാനിക്കുക, എക്സാം ഹാള് ക്രമീകരിക്കുക, അതുപോലെ എക്സാം വാല്യുവേഷൻ, റിസൾട്ട് ഇപ്പൊ പബ്ലിഷ് ചെയ്തതൊക്കെ ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക, ഓർഗനൈസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽസ് ഓൺ ദ ക്യാമ്പസ്. അതായത് കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികൾ ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ പ്രോബ്ലംസോ ഒക്കെ ഉള്ള കുട്ടികൾക്ക് അവരുടെ മനസ്സ് തുറക്കാനും അവർക്ക് ഒരു ചെറിയൊരു കൗൺസിലിംഗ് സെന്റർ പോലെ പ്രവർത്തിക്കാവുന്ന രീതിയിൽ ഒരു കേന്ദ്രം അവർക്കായിട്ട് തുറന്നു കൊടുക്കുക. അതുപോലെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, ഇതിനൊക്കെ പ്രത്യേക ചുമതലയുള്ള ടീച്ചേഴ്സിനെയോ അതുപോലെ ഒരു കൗൺസിലറെയോ ഒക്കെ നിയമിക്കുക. അതാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാംസ്. ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളുകളിലൊക്കെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളിൽ കമ്മ്യൂണിറ്റി സൊസൈറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമുകൾ തയ്യാറാക്കുക. അതായത് അധ്യാപക വിദ്യാർത്ഥികൾ ഓൾറെഡി ഉണ്ടാകും, അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത്, അതുപോലെ വാർഡ് മെമ്പർ, അവരൊക്കെ ഇനോഗ്രേഷനോ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവിറ്റ് ചെയ്തിട്ടുള്ള നോട്ടീസുകൾ പ്രിപ്പയർ ചെയ്യുക, അത് പ്രചരിപ്പിക്കുക, അങ്ങനെയൊക്കെ സൊസൈറ്റിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. നെക്സ്റ്റ് ഈസ് the provision of auxiliary services like midday meals, school uniforms, books, medical checkups, etc. അതായത് സഹായ സേവനങ്ങൾ കുട്ടികൾക്ക് ചെയ്യാം. മിഡ് ഡേ മീൽസ്, അതുപോലെ സ്കൂൾ യൂണിഫോംസ്, ഉച്ചഭക്ഷണം, യൂണിഫോമിന്റെ അത്, ബുക്സ്, മെഡിക്കൽ ചെക്കപ്പ് എന്നിങ്ങനെ പോലുള്ള അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക. അതായത് ചില സ്കൂളുകളിൽ മെഡിക്കൽ ചെക്കപ്പ്, അതായത് കുട്ടികളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഡോക്ടേഴ്സ് വന്നിട്ട് കൺസൾട്ട് ചെയ്ത് കുട്ടികൾക്ക് കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്കൂൾ വഴി തന്നെ കുട്ടികൾ അറിയാൻ സാധിക്കും. നമുക്ക് അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫൈനലി ഐ കൺക്ലൂഡഡ് ദ ടോപ്പിക്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് വിദ്യാഭ്യാസ ഭരണം എന്ന് ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ്, നല്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ് തുടങ്ങി ബഡ്ജറ്റിംഗ് മുതൽ അതിന്റെ ഓർഗനൈസിങ്, അതായത് അതിന്റെ സംഘാടനം വരെ ശരിയായ രീതിയിൽ ആ സ്കൂളിന്റെ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ട് ആ സ്കൂളിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന, അതായത് ഫലപ്രദമായി എത്തിക്കാനായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതില് ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, വിദ്യാർത്ഥികൾ, ഇവരൊക്കെ മാത്രമേ അത് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുള്ളൂ. ഇതാണ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഐ ഫിനിഷ്ഡ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ കേട്ടോ. ഹലോ നിഷ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലായോ? കേൾക്കുന്നില്ലേ മിസ്സേ? കേൾക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. പറഞ്ഞോ. ഒന്നും കൂടി പറയോ? എന്താണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറയാനാണോ? അല്ലല്ല, ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലായത്? ഒരു സ്കൂളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശരിയായി അവർക്ക് പ്രവർത്തിച്ച്
അവിടുത്തെ മാക്സിമം അതായത് റിസോഴ്സുകൾ, ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സും കൃത്യമായി പ്ലാൻ ചെയ്ത് അതിനെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്നാ സ്കോപ്പ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? Planning, budgeting, organizing. Planning, what is the planning? എന്നിട്ട് ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. മനസ്സിലായോ? മാം എനിക്ക് ക്ലിയർ ആവുന്നില്ല. ക്വസ്റ്റ്യൻ ഒന്നും ക്ലിയർ ആവും, പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല എനിക്ക്. ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നേ. ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചോളൂ. വിട്ടു പോകുന്നുണ്ട്. എഡ്യൂക്കേഷൻ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിലെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Recognition of goals, optimal use of resources, avoidance of wastage, orderly execution of plans. ഗോൾ എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ വാർത്തെടുക്കുന്നതാണ് ഈ ഒരു സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Yes. Okay. ക്വസ്റ്റ്യൻ ചോദിക്കണോ ഇനി? വാട്ട് ഈസ് ബഡ്ജറ്റിംഗ്? ബഡ്ജറ്റിംഗ് എന്താണ് മനസ്സിലായത്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷനിൽ റവന്യൂസ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. ഫീ, ഡൊണേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് റവന്യൂ പോലെ എടുക്കാം നമുക്ക്. പിന്നെ എമർജൻസി ടൈമില് ഇതിൽ നിന്ന് ചെറിയ ഫണ്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, ഇങ്ങനത്തെ ഒരു ഇൻകംസിൽ നിന്ന്. എങ്ങനെയുണ്ടായിരുന്നു സെമിനാർ? സെമിനാർ എങ്ങനെയുണ്ടായിരുന്നു? മനസ്സിലായില്ലേ? ക്ലിയർ ആയിരുന്നു, നല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇന്ന് എടുത്തു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കാം, പഠിക്കാൻ പറ്റുന്നുണ്ടോ, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ. ഒരു 10-25 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഒന്നാമത്തെ ലെങ്തി ചാപ്റ്റർ ആണല്ലോ, അപ്പൊ ഞാൻ ഇട്ട് തരാം കേട്ടോ. പിന്നെ കൂടാതെ നമ്മുടെ എന്നാ തീരുന്നതെന്ന് പറഞ്ഞോ നിങ്ങള്? March 31-നാണ് കേട്ടോ. 31 നമ്മുടെ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ആവും. അപ്പൊ അതനുസരിച്ചുള്ള എക്സാമും കാര്യങ്ങളൊക്കെ വരും. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. എനിക്കറിയാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എക്സാംസ് അവർക്ക് ഉണ്ട്. എന്നാലും നമ്മളും ഒന്നുകൂടി നമുക്ക് കിട്ടുന്ന സമയം അത് കംപ്ലീറ്റ് ആക്കി, അത് ചിലപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കാം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും അല്ലെ? ജസ്റ്റ് ഒന്ന് ഇത്തിരി നമ്മള് ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല രീതിയിൽ എക്സാം പാസ്സാവാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. കൃത്യമായിട്ട് നമ്മള് നോക്കാം മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് 3 ആണ് കേട്ടോ. യൂണിറ്റ് 3 ആണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ഫാമിലി എൻഗേജ്മെന്റ്. മാം യൂണിറ്റ് 3 അശ്വതി മാം എടുക്കുന്നതാണല്ലോ. ഏതാണ് യൂണിറ്റ് 3? എടുത്തായിരുന്നോ മിസ്? ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അതല്ല മാം, പാർട്ട് 4 ആണ് എടുക്കുന്നത്. മാം ഇപ്പൊ പറഞ്ഞത് മോഡ്യൂൾ 5 അല്ലേ? അശ്വതി മാം മൊഡ്യൂൾ 4 ആണ് എടുക്കുന്നത്. ഇപ്പൊ മാം പറഞ്ഞത് മൊഡ്യൂൾ 5. അത് പല പല ഹെഡിങ് ഒക്കെ ആയതുകൊണ്ടേ ചിലപ്പോ ഓരോന്നും
സിമിലർ പോലെ തോന്നും. പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അശ്വതി മിസ്സിന്റെ കഴിയാറായോ? കംപ്ലീറ്റ് ആവാറായോ യൂണിറ്റ്? പേജ് നമ്പർ 66 ആണോ? 149 പേജ്. 149 ആണ് എന്റെ PDF കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. മൊഡ്യൂൾ 5 പാർട്ട് 3 അല്ലേ? കിട്ടിയോ? ശ്രുതിക്ക് കിട്ടിയോ? യെസ് മാം. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഇതാരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും മിസ്മാര്? നോ മാം, ഇല്ല. എടുത്തിട്ടില്ല. ഓക്കെ. യൂണിറ്റ് 3 റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഫാമിലി എൻഗേജ്മെന്റ്. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ഫാമിലി എൻഗേജ്മെന്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നമുക്ക് അത് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. റോൾസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൽ വരുന്നത്. ഓക്കെ, സെമിനാർ തന്നെ എടുക്കാൻ പറ്റില്ല നിങ്ങക്ക്? റോൾസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെമിനാർ തരാട്ടോ. ജസ്റ്റ് ഒന്ന് പോയിന്റ് വൈസ് ആണ് ഓരോ കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് സെമിനാർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തരുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. തേർഡ് യൂണിറ്റ്. District administrators, teachers and teacher assistant and social staff all play crucial role in engaging families in their children's education with careful planning, both staff and families benefit. എന്താണ് അതിൽ പറയുന്നത്? കുട്ടികളുടെ വിദ്യാഭ്യാസത്തില് കുടുംബങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ ജില്ലാ ഭരണാധികാരികള്, അതുപോലെ അധ്യാപക സഹായികള്, അസിസ്റ്റൻസുകള്, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള സാമൂഹിക ജീവനക്കാര് എന്നിവരെല്ലാം നിർണായക പങ്കുകളാണ് വഹിക്കുന്നത് അല്ലെ. ഒരു സ്കൂളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഏതൊരു പരിപാടി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൾ ആയാലും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൾ ഒക്കെയാണ് ഉണ്ടാകുന്നത്. ആണോ? എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എന്താണ് അവരുടെ പാരന്റ്സിനെ ഉൾപ്പെടുത്തും ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോ ഇനോഗ്രേഷൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ഓണത്തിന്റെ ആവാം, അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആവാം. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാരന്റ്സിൽ നിന്ന് PTA പ്രസിഡന്റ് അങ്ങനെയുള്ളവരെ നമ്മൾ തെരഞ്ഞെടുക്കും. അപ്പൊ ഫാമിലിനെ ഉൾപ്പെടുത്തും അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഇനോഗ്രേഷൻ എന്തെങ്കിലും ഒരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ്, എല്ലാവരും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അല്ലെ. എന്തൊരു പ്രോഗ്രാമിലും എല്ലാവരും, ടീച്ചേഴ്സ് മാത്രമല്ല ബാക്കി എല്ലാ റിസോഴ്സസുകളും അല്ലെ, കുട്ടികളായാലും അവരുടെ ഫാമിലി ആയാലും ബാക്കിയുള്ള പഞ്ചായത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര്, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ PT പ്രസിഡന്റ് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഓരോ പരിപാടികള് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഫാമിലിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു രീതിയിൽ ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള പ്ലാനിങ്ങിലൂടെയൊക്കെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമും അവര് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എന്താണ് ഫാമിലിക്ക് ആയാലും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്കായാലും ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ നോക്കാം, ലിസ്റ്റഡ് പേഴ്സൺസ് ആരൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരുന്നുണ്ട്, ടീച്ചേഴ്സ് അസിസ്റ്റൻസ് വരുന്നുണ്ട്, അതുപോലെ സോഷ്യൽ സർവീസ് പേഴ്സണൽസും വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒന്ന് വായിച്ചു നോക്കി. 2 പോയിന്റ് ആണ് അതിൽ വരുന്നത്. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ നോക്കി? ആക്സിഡന്റ് തമ്പിട്ടാൽ മതി കേട്ടോ.
സ്മിനയ്ക്ക് പറയാൻ പറ്റോ? അശ്വിനോ, എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ്സിൽ പറയുന്നത്? The structure to ensure the families have meaningful engagement opportunity. അവർക്ക് ഫാമിലീസിന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഫോർ ഓൾ സ്റ്റാഫ്. അവരുടെ സ്റ്റാഫിന് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ വർക്കിംഗ് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഓൺ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. അതായത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, റേസ്, എത്നിസിറ്റി, ഡെവലപ്മെന്റ് എബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫാമിലീസിനെയും കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് ട്രെയിനിങ് എടുക്കുക. ഒരു പ്രൊമോട്ടിംഗ് ആൻഡ് ട്രെയിനിങ് ആൻഡ് സസ്റ്റൈനിങ് ഫാമിലി എൻഗേജ്മെന്റ് ഷുഡ് ഓൾസോ പ്രൊവൈഡ്. അതിനുള്ള ട്രെയിനിങ്ങും പ്രൊമോട്ടിങ്ങും ടീച്ചേഴ്സിനും കൂടി അവൈലബിൾ ആക്കുക. അത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പറയുന്നത് അല്ലെ. ടീച്ചേഴ്സ് ആൻഡ് അസിസ്റ്റൻസ് വായിച്ചിരിക്കും. പറയാൻ പറ്റോ എന്താ ടീച്ചേഴ്സ് ആൻഡ് അസിസ്റ്റൻസിൽ പറയുന്നത്? ഒരു വെൽക്കമിങ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എല്ലാ ഫാമിലീസിനും വിത്തിൻ ദ ക്ലാസ് റൂം. അതുപോലെ തന്നെ അവരോട് ചോദിക്കുക ഇൻഫർമേഷൻ അബൌട്ട് ദിയർ സ്റ്റുഡൻസ്, അവരുടെ സ്റ്റുഡൻസിന്റെ ജീവിതത്തെ പറ്റിയും അവരുടെ ഫാമിലി, അവരുടെ കമ്മ്യൂണിറ്റി. അതുപോലെ ഇന്റഗ്രേറ്റ് ദിസ് ഇൻഫർമേഷൻ ഇൻ ടു ദെയർ ഇൻസ്ട്രക്ഷൻസ്. എന്നിട്ട് അത് അവരെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. എൻകറേജ് ആൻഡ് സപ്പോർട്ട് families in creating and sustaining a home environment that values learning. അവരുടെ ഫാമിലീസും അവരുടെ എൻവയോൺമെന്റും ആയിട്ട് വാല്യൂ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക സ്കൂളിലായാലും ടീച്ചേഴ്സ്. സ്കൂളിലായാലും നമ്മള് കുട്ടികളെ ഫസ്റ്റ് ഓപ്പണിംഗ് ഡേ ഒക്കെ എന്താണ് പാരന്റ്സിനൊക്കെ മീറ്റിംഗ് ഉണ്ടാവും അല്ലെ. എല്ലാ പാരന്റ്സും ഉണ്ടാവും. അതെ അതെ. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ സ്കൂള് കുറച്ച് നാളുകൾ എന്റെ മകളുടെയൊക്കെ സ്കൂളിലുണ്ടായിരുന്നു ഇങ്ങനെ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഈ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങുമ്പോ തന്നെയുള്ള ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പാരന്റ്സിനുള്ള അവയർനെസ് ക്ലാസ് ഒക്കെ തരാറുണ്ട് അവര്. കുട്ടികൾക്ക് കുഞ്ഞുങ്ങളിലെ കുഞ്ഞു കുട്ടികളിലൊക്കെ വരുന്ന അസുഖങ്ങളെ കുറിച്ചും അവർക്ക് ഈ അഡിനോയിഡിന്റെ അസുഖങ്ങളൊക്കെ ചില കുട്ടികളിൽ വരാറുണ്ട്. അവർക്ക് അങ്ങനെയൊക്കെ ശ്വാസം വലിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എന്താ ഈ ഹോം വിസിറ്റ് നടത്താറുണ്ട് ഇല്ലേ പല സ്കൂളുകളിൽ. ഇപ്പൊ ടീച്ചേഴ്സ് അവരുടെ ഓരോരോ സ്കൂളുകളിലെ എന്താ പറയാ ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ 40 കുട്ടികൾ ഉണ്ടെങ്കിൽ 40 കുട്ടികളുടെയും ഹോം വിസിറ്റ് ചെയ്യും ഇല്ലേ. അവിടെ വന്നിട്ട് അവരെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് കുട്ടി വരുന്നത്, വളരുന്നത് എങ്ങനെയാണ്. കുഞ്ഞു കുട്ടികളെക്കാളും കൂടുതൽ 10th കുട്ടികളെയാണ് കൂടുതലായിട്ട് ഹോം വിസിറ്റ് ചെയ്യുന്നത്. എല്ലാവരുടെയും വരാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ മോളിപ്പോ 1ാം ക്ലാസ്സിലാണ്. അപ്പൊ അവളുടെ ഇങ്ങനെ LKG തുടങ്ങിയ ടീച്ചേഴ്സ് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് അവർക്കൊരു റിപ്പോർട്ട് എഴുതി കൊടുക്കണം എന്ന് പറയും. എന്നിട്ട് അവര് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ലാസ്റ്റ് അവര് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ എഴുതിയിട്ട് അവിടെ കൊടുക്കണം, അവിടെ ഏൽപ്പിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് ഫാമിലിയിലെ ഇപ്പൊ എന്താണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അല്ലെ. പഠന കാര്യങ്ങള്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സർവേ ഒക്കെ ചെയ്തില്ലേ. അതുപോലെ തന്നെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതാണ് അതിൽ പറയുന്നത്. പിന്നെ സോഷ്യൽ സർവീസ് പേഴ്സണൽ അയച്ചേക്ക് പേജ് നമ്പർ ഒന്ന് പറയോ? 149.
എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോടാ? ചെയ്ത് നോക്കി, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി. ചെറിയ ഞാനാണോ? പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. ഞാൻ ആരും പറയാൻ വന്ന പോലെ തോന്നി, അത് ഞാൻ ക്ലോസ് ചെയ്തത്. ആരാ? ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ പറയാൻ? അല്ലെങ്കിൽ ആ കുട്ടി പറയും. അവസരം കിട്ടുന്നവര് പറയാ. ഇല്ല. ഓക്കേടാ, മോള് തന്നെ പറഞ്ഞോളൂ. Okay, advance a sense of community by providing local organization and business with information on the preschool program. This encourages community buy-in and cooperation. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്തായാലും പറയാം. അതായത് പ്രീ സ്കൂളിന് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് ആ ചിൽഡ്രൻസിന് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന, ചിൽഡ്രൻസ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ്സ് ആണോ ഉദ്ദേശിക്കുന്നത് മാം? ഓക്കെ. കണ്ടക്ട് ഹോം വിസിറ്റേഴ്സ്, അതിപ്പോ മാം പറഞ്ഞ തന്നെ, conduct home visitors and host a family meeting in district in order to foster a sense of security and trust on the family's end. അതായത് ഫാമിലീസിൽ വിസിറ്റ് ചെയ്യുക ഓരോ കുട്ടികളുടെയും, എന്നിട്ട് ഫാമിലീസിൽ ഒരു എന്താ പറയുക, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. Offer a variety of training and meeting on topics that support the needs of the family. The goal of the training should be to improve understanding, increase the knowledge, and help form a bond between the district, families, and the community. Variety of training കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല മാം? ടോപ്പിക്സ് ആൻഡ് സപ്പോർട്ട് ദ നീഡ്സ് ഓഫ് ദ ഫാമിലി, ആ പോയിന്റ് ഒന്ന് മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണെന്ന് മനസ്സിലായില്ല. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞല്ലേ, എന്താണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോക്കൽ ഓർഗനൈസേഷനും ബിസിനസ് ഓർഗനൈസേഷനും തമ്മിലുള്ളൊരു കണക്ട് ചെയ്തുകൊണ്ടൊരു സാമൂഹ്യ ബോധം കുട്ടികളിൽ വളർത്താൻ. അതായത് ഇപ്പോ എന്താ പറയാ, പരിസ്ഥിതി ദിനത്തിലൊക്കെ നമുക്ക് എന്താ കുട്ടികൾക്ക് ഇങ്ങനെ പ്ലാന്റുകൾ കൊടുക്കും, വീട്ടിലേക്കൊക്കെ കൊടുത്തു വിടാറുണ്ട് ഇല്ലേ? അതൊക്കെ എങ്ങനെയാണ്, ഇപ്പൊ പല ആൾക്കാരും ഡൊണേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തു വിടുന്നത് ഇല്ലേ? ഇപ്പൊ കുറേ ഉണ്ടാവുമല്ലോ പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ. അപ്പൊ സ്കൂളുകാരല്ലായിരിക്കാം, ചിലപ്പോ ലോക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്താണ്, എൻവയോൺമെന്റ് ഡേയില് എന്താണ്, കുട്ടികളുടെ ഒരു സാമൂഹ്യ ബോധം വളർത്തുന്നുണ്ടല്ല, നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, നട്ട് വളർത്തുക എന്നുള്ളൊരു ബോധം കുട്ടികളിൽ വളർത്തി വെക്കുന്നുണ്ട്. ആരൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി അല്ലെ, സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അല്ലെ, അവരുമായിട്ട് കൂടിച്ചേർന്നാണ് സ്കൂളുകാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോ പല കാര്യങ്ങളും ഇപ്പൊ ഡൊണേറ്റ് ചെയ്യുന്നത് സ്കൂളുകളിലൊക്കെ, ഇപ്പൊ ടോയ്ലറ്റ്സുകളായാലും എന്താ പറയാ, സ്കൂളുകളിലേക്ക് ഡൊണേറ്റ് ചെയ്യുക. പിന്നെ കൊടിമരങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിക്കാത്തവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ നോക്കാട്ടോ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പല കാര്യങ്ങളും സോഷ്യൽ ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്നൊക്കെ ആയിരിക്കാം ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, ലോക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയാലും ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് കൂടിച്ചേർന്ന കുട്ടികളിലേക്ക് ഒരു സാമൂഹ്യ ബോധം വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു സുരക്ഷിതത്വ ബോധം അല്ലെ, വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലകളില് ഭവന സന്ദർശനങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഹോം വിസിറ്റ് ഒക്കെ എങ്ങനെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാനായിട്ടായാലും, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങള്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എങ്ങനെയാണ് അവരുടെ ഫാമിലി എന്നുള്ളത്. ഇപ്പോ ചിലവരൊക്കെ വളരെ കഷ്ടപ്പെട്ട രീതിയിൽ, ഇപ്പോ അച്ഛനില്ലെങ്കിലും അമ്മ പണിക്ക് പോയിട്ടാണ് കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഹോം വിസിറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് മീറ്റിംഗ്സ്, പല മീറ്റിംഗ്സും കണ്ടക്ട് ഒക്കെ ചെയ്യുന്നതിലൂടെ എന്താണ്, നല്ല രീതിയിലുള്ളൊരു രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ എന്താ പറയാ, ഈ ക്ലസ്റ്റർ ഒക്കെ കൊടുക്കുന്നില്ലേ, പറയാറില്ലേ? നമ്മളിപ്പോ കുഞ്ഞു സ്കൂളുകളിലൊക്കെ, കുഞ്ഞു കുട്ടികളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്ലസ്റ്ററിനൊക്കെ പോവാറുണ്ട്. അപ്പൊ എന്താണ്, ഒരു ദിവസം നമുക്ക് ലീവ് ഒക്കെ കിട്ടുമല്ലേ? ഇല്ലേ? കിട്ടാറുണ്ട്. അത് നോക്കി നമ്മൾ ഇരിക്കാറുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളിലൊക്കെ കൂടി നല്ല രീതിയിൽ ട്രെയിനിങ്ങുകളൊക്കെ ടീച്ചേഴ്സിന് കൊടുത്തുകൊണ്ട് ലേണിംഗ് മെറ്റീരിയൽസ് ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നത് അതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. പല ട്രെയിനിങ്ങിലൂടെ അവരെ മനസ്സിലാക്കി അവരുടെ നോളജ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നോളജ് ഇംപ്രൂവ് ആക്കാൻ പറ്റും, സ്കിൽ ഇംപ്രൂവ് ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് കുടുംബത്തിന്റെ നല്ല രീതിയിലുള്ള വിഷയങ്ങൾ വൈവിധ്യമാർന്ന പരിശീലനങ്ങളും പല മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് സ്കൂളുകാരല്ല പല എന്താണ് പറയാ ഡിസ്ട്രിക്റ്റ് ആയാലും അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു ഓഫേഴ്സ് ടീച്ചർമാർക്ക് വെക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ സ്കൂളുകാർ നടത്തുന്നതല്ല ഇങ്ങനെയുള്ള ഈ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലായാലും അങ്ങനെയുള്ള അവര് നടത്തി ടീച്ചേഴ്സിനെ നമ്മുടെ ജില്ലകളിലുള്ള ടീച്ചേഴ്സിനെ സ്കൂളുകളിലെ ടീച്ചേഴ്സിനെ അവരുടെ സ്കില്ലും നോളജും ഡെവലപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റിങ്ങുകളായാലും ട്രെയിനിങ്ങുകളായാലും ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? സിമ്പിൾ അല്ലേ ചാപ്റ്റർ? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ, അത് അത്ര ബുദ്ധിമുട്ടില്ല. ഓക്കെ, സെമിനാർ തരട്ടെ മിസ് എന്നോ? എന്നിട്ട് ഈ ആഴ്ചത്തോട് കൂടിയിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് റിവിഷൻസ് തരണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി അടുത്ത ആഴ്ച 2 ദിവസമേ നമുക്ക് കിട്ടുള്ളൂ. ഈ ആഴ്ച ചിലപ്പോൾ മിസ്സിന്റെ ക്ലാസ് 1:30 ഉണ്ടാവും, ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം റിവിഷൻ തരാനായിട്ട്, തറാക്കിയിട്ട് പോവാനായിട്ട്. അതുകൊണ്ടാണ് 1:30 വെച്ചോട്ടെ, കുഴപ്പമുണ്ടോ? കിട്ടുന്ന ടൈമില് മാം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സസ് അവര് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാല് മാമിനോട് പറയാം. ഓക്കെ ഓക്കെ. അശ്വതി മാം അല്ല, ആതിര മാം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്. സമയം പറഞ്ഞിട്ടില്ല, ഏത് ടൈമാ പറഞ്ഞിട്ടില്ല, ഒന്നുകൂടി വെക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് വരുന്നപ്പോ മിസ് പറഞ്ഞത് തീർക്കും എന്നാണ് ദിവസം കേട്ടോ. നോക്കിയിട്ട് മിസ് പറയാം, ഇൻഫോം ചെയ്യാട്ടോ. മാം 13th ബാച്ചിന് ഇന്ന് തുടങ്ങി മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. എക്സാമിനെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ സെമിനാർ തരണ്ടെന്നാണോ പറയുന്നത്? 14th ബാച്ചിലെ ആളുകള് കൊളാബറേഷൻ തൊട്ട് എടുക്കാൻ പറ്റുമോ? 2 റോളുകളാണ്. ഓക്കെ, ആർക്കെടുക്കാൻ പറ്റും? കൊളാബറേഷൻ, അതുപോലെ കീ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പാരന്റ്സ് ആൻഡ് ഫാമിലീസ്. ഞാൻ പറയാം. 14 ബാച്ചിനാണോ എക്സാം സ്റ്റാർട്ട് ചെയ്തത്? 13th ബാച്ചിന്. 13th. റസ്മീന കേട്ടോ. അപ്പൊ കൊളാബറേഷൻ, കീ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. ഓക്കെ. ഇനി റോൾ ഓഫ് ദ സ്കൂൾ ഇൻ കൊളാബറേഷൻ, ഹോം വിസിറ്റ്. ആര് പറയും? സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്, അതുകൊണ്ടാണ് മിസ് തരുന്നത്. നമുക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആരാ പറയാം? പേരൊന്ന് പറയോ? ജോൺ ടി വിൽസ്. എനിക്ക് പേരറിയില്ല, പറയോ ഒന്ന്? ജോഫി. ജോഫി. ഹോം വിസിറ്റ്. റോൾ ഓഫ് സ്കൂൾ ഇൻ കൊളാബറേഷൻ, ഹോം വിസിറ്റ് വരെ. ഇനി ട്രാൻസിഷൻ, റോൾ ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂറിംഗ് ട്രാൻസിഷൻ. ഇതാരെടുക്കും? ഷമീമ എടുത്തതാണല്ലേ, എന്നാലും എടുക്കാൻ പറ്റുമോ? റോൾ ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണോ മാം? ട്രാൻസിഷൻ തൊട്ട് റോൾ ഓഫ് ദ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂറിംഗ് ട്രാൻസിഷൻ, അതുവരെ അല്ലേ? അതുവരെ ആ 2 ടോപ്പിക് ഉണ്ട്. എടുക്കാം. Next, role of the transition team, role of the teacher in transition. ആർക്കെടുക്കാൻ പറ്റും? ആതിര MP. എക്സാം ആണ്. 14th ബാച്ച് എവിടെ? ആരുമില്ല? ഞാൻ എടുക്കാം മാം. സുനിത. ഈ വാല്യുവേഷനും കൂടി ഒന്ന് പറയോ?
ഓക്കെ, അപ്പൊ 3 ടോപ്പിക് കേട്ടോ മോനെ, 3 ടോപ്പിക് ആണേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ആഴ്ച തീർത്തിട്ട് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഈ ആഴ്ച മിസ്സിന്റെ 1:30 ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഞാനത് ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.